ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആഗമനകാലം 1-ാം വാരം വ്യാഴാഴ്ച. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. 21-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. 28 മുതൽ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഭവനം പണിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണില്ല. എന്നാൽ കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ ജീവിക്കുന്നവൻ്റെ ജീവിതം മണൽപ്പുറത്ത് ഭവനം പണി ചെയ്ത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ആ ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഈ ആഗമന കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, ഈ വചനഭാഗം വായിച്ചിട്ട് ഞാനിങ്ങനെ സർവീസ് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ വന്ന് അവിടെ ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ഈ പുൽക്കൂട് പണിയുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയായിരുന്നു. പുൽക്കൂട് പണിയണം. നമ്മൾ കഴിഞ്ഞ വർഷം ലാസ്റ്റ് വീക്കിലൊക്കെയാണ് പുൽക്കൂടിന് വേണ്ടിയുള്ള ഓട്ടോ, അല്ലെങ്കിൽ ആ ലാസ്റ്റ് ഡേയ്സിലാണ് പുൽക്കൂടിന് വേണ്ടിയുള്ള ഓട്ടോ ഒക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ട് പുൽക്കൂട് പണിയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പ്ലാനിങ് ഒക്കെ തുടങ്ങി. ഞാനിങ്ങനെ തിരിച്ച് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും അവിടെ ICUവിൽ പ്രാർത്ഥിക്കാനായിട്ട് കയറിയപ്പോൾ ICUവിൽ കയറിയപ്പോൾ ആദ്യം കാണുന്നത് ഇങ്ങനെ വാതിലിന് തുറന്നിട്ട് ആദ്യം കാണുന്നത് പുൽക്കൂടാണ്. എല്ലാ സെക്ഷനിലും പുൽക്കൂട് പണിഞ്ഞു തുടങ്ങി. എല്ലായിടത്തും ICUവിലും ഇങ്ങനെ കുട്ടികളുടെ സെക്ഷനിലും പീഡിയാട്രിക് സെക്ഷനിലൊക്കെ എല്ലായിടത്തും ഇങ്ങനെ പുൽക്കൂട് പണിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വചനഭാഗം മനസ്സിൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഇതാ: സത്യത്തിൽ എല്ലാ വീടുകളും പുൽക്കൂടുകളാണ്. എല്ലാ വീടുകളും പുൽക്കൂടുകളാണ്. ഫ്രജൈൽ, തകർന്ന് വീഴാവുന്ന പുൽക്കൂടുകൾ. ചെറിയ കാറ്റൂതിയാൽ തന്നെ തകർന്ന് വീഴാവുന്ന പുൽക്കൂടുകളാണ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങൾ. അതിങ്ങനെ മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി എന്നൊക്കെ ഈശോ പറയുമ്പോൾ അത്രയും ഗ്രാവിറ്റിയോടുകൂടി ഒരു വലിയ കൊടുങ്കാറ്റടിക്കുകയോ വെള്ളപ്പൊക്കം ഉണ്ടായി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ കുടുംബങ്ങളൊക്കെ തകരുന്നതിന്. വീടിനെ കുറിച്ചല്ല പറയുന്നത്, കുടുംബത്തെക്കുറിച്ച്. കുടുംബങ്ങൾ തകരുന്നതിന് അത് ചെറിയ കാറ്റ് വീശിയാൽ തന്നെ തകർന്നു വീഴാവുന്ന പരുവത്തിന് വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഒക്കെ അത്ര ബലക്ഷയം ബാധിച്ച രീതിയിലുള്ള കുടുംബങ്ങളാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ, പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. വചനം വായിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥിക്കുന്നതിനും വചനം വായിക്കുന്നതിനുമൊത്ത് അത് ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് ഇഴചേർന്ന് പോയിട്ടുള്ളതല്ല ജീവിതം എന്നുള്ളതാണ് പ്രശ്നം. പ്രാർത്ഥനയും വിശ്വാസവും വചനം വായനയും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ജീവിതം വചനവും തമ്മിൽ ഇഴചേർന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രാർത്ഥനയും തമ്മിൽ ഇഴചേർന്നിട്ടില്ല. അങ്ങനെ ഇഴചേർന്ന് അങ്ങനെ ആ ജീവിതത്തിലേക്ക് സ്വീകരിച്ചൊരു വചനം ഉണ്ടെങ്കിൽ, ആ വചനം ജീവിതത്തെ സ്വാധീനിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, വേരൂന്നി നിൽക്കുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും അത് പാറമേൽ പണിത പുൽക്കൂടാണ്. പാറമേൽ പണിത പുൽക്കൂടാണ്. ഈ നസ്രത്തിലെ കുടുംബം എന്ന് പറയുന്നത് പാറമേൽ പണിത പുൽക്കൂടാണ്. അതിങ്ങനെ ആ നാട്ടിലെ ദുഷ്ടനായ രാജാവ് ഒരു യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും തൻ്റെ സൈന്യത്തെ ഇറക്കി വിട്ട കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമ്പോഴും അവരിങ്ങനെ ആ നാട് വിട്ട് അടിമത്തത്തിൻ്റെ നാടെന്നൊക്കെ പറയുന്നത് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോഴും അവിടെ നിന്നും തിരികെ നസ്രത്തിൽ വന്ന് തികച്ചും ദരിദ്രമായൊരു പശ്ചാത്തലത്തിൽ മരപ്പണി ചെയ്തൊക്കെ അപ്പൻ വീട് ഉയർത്തിക്കൊണ്ട് പോകുമ്പോഴും അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ ഇടയ്ക്ക് വെച്ച് അപ്പം മരിക്കുമ്പോഴും ഒട്ടും നല്ല കാര്യങ്ങളല്ലാത്ത മകനെക്കുറിച്ചുള്ള വളരെ മോശം കാര്യങ്ങൾ നാട്ടിൽ പറഞ്ഞു വരുത്തുമ്പോഴും അമ്മ തകരാതിരിക്കുകയും, അങ്ങനെ ഈ നസ്രത്തിലെ വീട് സത്യത്തിൽ പുൽക്കൂടാണ്. നമ്മൾ പുൽക്കൂടിൽ തിരുക്കുടുംബത്തിൻ്റെ ജീവിതം ആരംഭിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും ഉണ്ണിയേശു വന്നു കഴിഞ്ഞിട്ട് ആ 3 പേര് ചേർന്നുള്ള കുടുംബത്തിൻ്റെ ആ ജീവിതം പുൽക്കൂട്ടിൽ ആരംഭിക്കുന്നു പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് 3 പേരുടെയും കടന്നുപോകൽ വരെ അത് പുൽക്കൂട് തന്നെ കേട്ടാണ്. കുടുംബത്തിൻ്റെ ഏറ്റവും വ്യക്തമായൊരു പ്രതീകമാണ് പുൽക്കൂടെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ വ്യക്തമായ പ്രതീകം. ഫ്രജൈൽ,
ഹാൻഡിൽ വിത്ത് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പൊട്ടിപ്പോകുന്ന സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പൊതിയുടെ മുകളിൽ കുറിപ്പ് കാണാറുണ്ട്. അതിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് അല്ലെങ്കിൽ അതിനിങ്ങനെ പ്രിൻറ്റ് ചെയ്തൊക്കെ വരാറുണ്ട്. ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് കെയർ, അതായത് തകർന്നു പോകാൻ സാധ്യതയുള്ളതാണ്, ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക. പക്ഷെ നമുക്കിങ്ങനെ മാറ്റി വായിക്കാം, ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് പ്രെയർ. ഹാൻഡിൽ വിത്ത് കെയർ എന്നല്ല, ഹാൻഡിൽ വിത്ത് പ്രെയർ. ഫ്രജൈൽ ഹാൻഡിൽ വിത്ത് പ്രെയർ. തകർന്നു പോകാൻ സാധ്യതയുള്ളൊരു കുടുംബമാണ് ഇത്, പുൽക്കൂടാണ്. പക്ഷേ പ്രാർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്യുക. ഓർത്തോണം, ഇതിങ്ങനെ പാറമേൽ പണിത പുൽക്കൂടാണെങ്കിൽ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും വെള്ളപ്പൊക്കമുണ്ടായാലും അത് തകരത്തില്ല എന്ന് ഈശോ ഉറപ്പ് നൽകിയ പാറമേൽ പണിത പുൽക്കൂട്. ഈ പാറ വിശ്വാസമാണ്. വചനം ഇഴചേർത്ത ജീവിതം, വചനം ഇഴചേർത്ത് ശരിയാക്കിയെടുത്തൊരു ജീവിതം, അതിനകത്ത് പ്രാർത്ഥനയുണ്ട്. ആ വീട് വീഴത്തില്ല, ആ പുൽക്കൂട് വീഴത്തില്ല. ഒരു ചെറിയ കാറ്റടിച്ചാൽ വീണു പോകാവുന്ന പുൽക്കൂടുകളൊക്കെ ഇങ്ങനെ പ്രൗഢഗംഭീരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്തേ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവാം. തികച്ചും ദുരന്തപൂർണമായൊരു കുടുംബം, അല്ലെങ്കിൽ തികച്ചും വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക തകർച്ചയുടെയും രോഗപീഠങ്ങളുടെയും ഒക്കെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പല കുടുംബങ്ങളും ഇപ്പോഴും വീഴാതെ പ്രൗഢഗംഭീരമായിട്ടിങ്ങനെ ശിരസ്സുയർത്തി നിൽപ്പുണ്ട്. ആ പുരാതന കവാടമേ ശിരസ്സുയർത്തി നിൽക്കുന്നതൊക്കെ സംഗീതത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ശിരസ്സുയർത്തി നിൽക്കുക ചില കുടുംബങ്ങൾ. എന്താ അത് വീഴാത്തതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് പ്രാർത്ഥന കൊണ്ട് കൈകാര്യം ചെയ്ത വചനം ഇഴചേർത്തുണ്ടാക്കിയെടുത്ത പാറപ്പുറത്ത് പണിത പുൽക്കൂടുകളാണ്. അത് വീഴാൻ പോകുന്നില്ല. അല്ലാത്ത പക്ഷം ഈ പ്രാർത്ഥന, ഈ വചനം ഇഴചേർത്ത് ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരാതെ വചനം വേറെ, വിശ്വാസം വേറെ, ജീവിതം വേറെ എന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു ജീവിതങ്ങളും പാറപ്പുറത്ത് പണിത വീടുകളല്ല. അത് കൈകാര്യം ചെയ്യപ്പെടുന്നതും പ്രാർത്ഥന കൊണ്ടല്ല. അതുകൊണ്ട് ആ പുൽക്കൂടുകളൊക്കെ വീണുപോകും. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പുൽക്കൂടുകളാണ്. അത് പാറപ്പുറത്ത് പണിത പുൽക്കൂടുകളായി മാറാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.